ഹലോ വെൽക്കം ബാക്ക് ടു മിന്നൂസ് ഡയറി. അപ്പോൾ നമുക്ക് ഈ മാമ്പഴം വെച്ചിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? ബാ. അപ്പോൾ ചട്ടിയിൽ ഞാനൊരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായി പഴുത്ത മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് 2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 2 പച്ചമുളക് കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു ഇത്തിരിയോളം മഞ്ഞൾപ്പൊടി പിന്നെ എരിവുള്ള മുളക് പൊടി 1 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതും. പിന്നെ ഒരു 1/2 സ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മാമ്പഴ പുളിശ്ശേരി പറയുമ്പോൾ ഇച്ചിരി മധുരം വേണമല്ലോ. അതിനുശേഷം ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വേവിക്കാൻ വെക്കാം കേട്ടോ. ഒരു ഹാഫ് ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ചിരകിയത്. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടിയാണ്, അതും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണേ വെക്കാൻ. ഇത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. നന്നായി തിളച്ചോട്ടെ. തേങ്ങയുടെ അരപ്പ് കറന്ന് കഴിഞ്ഞാൽ നന്നായി തിളയ്ക്കണം. നന്നായി തിളച്ച ശേഷം ഒരു കപ്പ് ഞാൻ തൈര് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് വെച്ചതായിരുന്നേ. അപ്പോൾ ഒരു കപ്പ് തൈരും കൂടി ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരായാലും മോരായാലും കുഴപ്പമില്ല. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരുപാട് കറി തിളയ്ക്കേണ്ട. ഒരു 30 സെക്കൻഡ് മാത്രം തിളച്ച ശേഷം നമുക്ക് ഓഫാക്കാം കേട്ടോ. ഇനി നമുക്ക് കറി ഒന്ന് താളിക്കാം. അപ്പോൾ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് പൊട്ടിയ ശേഷം ഇത്തിരി ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിയ ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് കറി താളിച്ചെടുക്കാം. അപ്പോൾ ഇത്ര കേട്ടോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടാവേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇത്തിരി മധുരമൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ.